മരിച്ചാൽ ഈ വാന്ന് പറയുന്ന റിയാസ് മന്ദാനി ഇന്ന് അവസാനമായി ഈ വാന്ന് കഴിയുമ്പോ എന്റെ മരണമാണെന്ന് അല്ലാഹു നിശ്ചയിച്ചു പോയാൽ ഞാനിവിടെ നിന്നിറങ്ങിപ്പോയി എന്റെ വീട്ടിലേക്ക് എത്തുമ്പോ ഇന്ന് രാവിലെ കിടന്ന് രാത്രി കിടന്നിറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നിട്ടില്ലെങ്കിലോ ഇന്ന് ഞാനങ്ങ് മരിക്കുകയാ. അതുപോലെ ഓരോരുത്തരും ഒന്ന് കൽവിരുത്തിയിട്ടൊന്ന് ചിന്തിക്കുവോ, ഇന്ന് രാത്രി എന്റെ അവസാനത്തെ രാത്രിയാണ്, ഇന്ന് രാത്രി എന്റെ അവസാനത്തെ രാത്രിയാണ്. അല്ലാഹുവേ, എന്റെ മക്കളോടെ കിടക്കുന്ന, എന്റെ ഭാര്യയോടെ കിടക്കുന്ന, എന്റെ ഭർത്താവിന്റെ ചൂടറിയുന്ന അവസാനത്തെ രാത്രി എന്താണെന്ന് ചിന്തിക്കുമോ? മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കുളിപ്പിക്കുകയാണ്, കഫം പൊതിയുകയാണ്, മയ്യത്തകട്ടിൽ കൊണ്ടുവരുന്ന പള്ളിയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ ഓരത്തിരിക്കുന്ന ആ സന്തൂക്ക് കെട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനം നിങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ യാത്ര ചെയ്യാത്ത ആരുമുണ്ടാകില്ല. ഡ്രൈവർ വേണ്ട, എഞ്ചിൻ വേണ്ട, ഇന്ധനം വേണ്ട. അതിന്റെ ഇന്ധനമില്ല. അതിന്റെ ഡ്രൈവർ ആൾക്കാരുടെ ചുമരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ നമ്മുടെ മക്കള് നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യ കരയുന്നുണ്ട്, നമ്മുടെ ഭർത്താവ് നിലവിളിക്കുന്നുണ്ട്. കൊണ്ടുപോവുകയാണ്, ഓടുകയാണ് വീട്ടിൽ നിന്ന് ബന്ധുക്കൾ പള്ളിയിലേക്ക്. ഖബർ ശരിയായോ, ഖബർ ശരിയായോ, അടക്കാൻ സമയം വൈകിയോ, കൊണ്ടുപോവുകയാണ്, കൊണ്ടുപോയി ഇറക്കി വെക്കുന്നു. ആറടി മണ്ണിന്റെ ഉള്ളറയിൽ നമ്മളെ കൊണ്ടുവെക്കുന്ന രംഗം വല്ലാഹി നിങ്ങളെല്ലാവരും കൽവിന്റെ ഉള്ളിലൊന്ന് ചിന്തിക്കുമോ? എന്നെക്കാളും എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാഹി നിങ്ങളെ ചിരിക്കാതെ കൽവിന്റെ ഉള്ളിൽ കൽവുകൊണ്ടിലൊന്ന് കേൾക്കുമോ? ചിലപ്പോ അല്ലാഹു ഹൃദയം നന്നാക്കിയാലോ, ഇതിന്റെ കാരണം കൊണ്ടാക്കി രക്ഷപ്പെടുത്തിയാലോ, കൽവുകൊണ്ട് ചിന്തിക്കണേ. ആറടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവച്ച് ഇറക്കി വെച്ചിട്ട് മീസാനിൽ വെക്കുന്നതിന് മുമ്പ് പലവ കൊണ്ടുവന്ന് ഓരോന്നായി അടയ്ക്കുകയാണ്. പ്രകാശകിരണങ്ങൾ ഓരോന്നായി അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവസാനത്തെ പലവ വെച്ച് കഴിഞ്ഞ് ദുനിയാവിന്റെ പ്രകാശം പോയി. ലൈറ്റിടാൻ സ്വിച്ചില്ല, ലൈറ്റിടാൻ സ്വിച്ചില്ല. ഉള്ള വിടവുകളില്ല, മണ്ണ് കുഴച്ചു വെച്ചിട്ടടയ്ക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ മുകളിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ മണ്ണ് വാരിയിടുകയാണ്. ഒന്ന് ചിന്തിക്കടേ ഉപ്പാ, ഒന്ന് ചിന്തിക്കടേ ഉമ്മാ. ഒന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നോട്ട്. ഈ ഖബറിനെ ഓർത്തിട്ടാണ് ലോകത്തിന്റെ നായകന് കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രമുജ്ജല പ്രഭയെ എഴുതിയാലും തീരാത്ത, പ്രണയിച്ചാലും തീരാത്ത, പാടിയാലും തീരാത്ത മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയ ആ ഖബറിന്റെ രംഗം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരഞ്ഞുപോയ, അബൂബക്കർ തങ്ങൾ കരഞ്ഞുപോയ, ഉസ്മാൻ തങ്ങൾ ഒരുപാട് നിലവിളിച്ചു പോയ ആ ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ ഇറക്കി വെച്ച് എല്ലാവരും സലാം കഴിഞ്ഞ് പറഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് അല്ലാഹു മടക്കി തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ കണ്ണു തുറക്കുകയാണ്. എനിക്ക് താരോട്ട് ചലനമില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല, കയ്യനയ്ക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അവിടേക്ക് വലിയൊരു രൂപം വരികയാണ്. പ്രവാചകൻ പറയാണ്, ചില ഖബറുകൾക്ക് അതിഭയാനകമായ രൂപം കടന്നു വരികയാണ്. ഖബർ മുഴുവനും അത്ഭുതപ്പെട്ട് പേടിച്ചു പോയി. ദുർഗന്ധം വമിക്കുന്ന രൂപം കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ
രൂപമാരെന്ന് ചോദിക്കുന്നു. നീ ദുനിയാവിൽ ചെയ്ത തെറ്റുകളാ. കള്ളു കുടിച്ചില്ലേ, വ്യഭിചരിച്ചില്ലേ, ഈബത്ത് പറഞ്ഞില്ലേ, അന്യവന്റെ സ്വത്ത് വഹരിച്ചില്ലേ, അല്ലാഹുവേ ഞാനാണതെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് കിടക്കുമ്പോഴതാ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമർ തങ്ങളോട് പറയുന്ന റൗഹാൻ എന്ന മലക്ക് വന്നു പോകുമ്മ. അത് കഴിഞ്ഞിട്ട് തന്റെ രണ്ട് അണപ്പല്ല് കൊണ്ട് ഭൂമി കടിച്ചു പുലർത്തിയിട്ട് മുൻകർ നബീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിലേക്ക് വരികയാണ്. നമ്മുടെ ഖബറിലേക്ക് വരികയാണ്. അത് കാണുന്ന പേടിയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് ചോദിക്കുന്നതെന്നറിയോ? ഈ ലോകത്ത് ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി ഒരേ ഒരാളെയാണ് പേടിയുണ്ടായിരുന്നത്. അത് ഉമർ തങ്ങളെയാണ്. ഫജ്ജൻ വൈറ ഫജ്ജക യാ ഉമർ, ഫജ്ജൻ വൈറ ഫജ്ജക യാ ഉമർ, ഫജ്ജൻ വൈറ ഫജ്ജക യാ ഉമർ. ഉമർ നിങ്ങളെങ്ങാനും ഒരു വഴിയിലൂടെ കടന്നു വന്നാൽ മറുവഴിയിലൂടെ എങ്ങാനും ശൈത്താൻ വരുന്ന വഴിയിലെന്നാൽ നിങ്ങൾ ഈ സൈഡിൽ കാലെടുത്ത് വെച്ചാൽ പേടിച്ചുകൊണ്ട് ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി ഓടി ഒളിക്കുമെന്ന് പറഞ്ഞ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ്, വെള്ളാളി വീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ മുൻകർ നബിയർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ട് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓർമ്മയുള്ളതെല്ലാം മറന്നു പോകുമെന്ന്, ഓർമ്മയുള്ളതെല്ലാം മറന്നു പോകുമെന്ന്. 5 വക്ത് നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, ഖുർആനില്ലാത്ത, തഹ്ലീലില്ലാത്ത, തസ്ബീഹില്ലാത്ത, ഒന്നുമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ നമ്മളെ കൊണ്ടുവെക്കപ്പെടുമ്പോ അല്ലാഹു ആരെന്ന് ചോദിക്കുന്നു. പറയണമെങ്കിലും നെറ്റിത്തടം സുജൂദിൽ വെക്കണ്ടേ? അല്ലാഹു ആ ഖബറിൽ നിങ്ങളെ കൊണ്ടുവെക്കുന്നതെന്ന് ജീവിതത്തിൽ നിങ്ങൾ മറക്കല്ലേ. ആ മരണത്തെ നിങ്ങൾ മറക്കല്ലേ. ആ മരണത്തെ നിങ്ങൾ മറക്കല്ലേ. ആ മരണത്തെ നിങ്ങൾ മറക്കല്ലോ. ആ മരണത്തെ മറന്നാൽ ശൈത്താൻ നിങ്ങളെ പിടികൂടുമെന്നാണ്. ശൈത്താൻ പിടികൂടുമ്പോഴാണ് അസ്വത്തുൽ ഖൽബുണ്ടാകുന്നത്. പുന്നാര ഹബീബ് നബി മുഹമ്മദ്